Hello guys, welcome to the YouTube channel Mentally Stubby. Hi, ഞാൻ Mentally Stubby. ഞാൻ സ്നേഹ ഷിജു. അപ്പോൾ നമ്മളിന്നൊരു Q&A ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഈ കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, മെന്റലി സ്റ്റബി എന്ന് പേരിടാൻ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് അഭിമന്യു എന്നാണ്. പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് മെന്റലിസം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് കുറച്ചും കൂടി കണക്ട് ആകാൻ വേണ്ടിയിട്ടാണ് മെന്റലിസ്റ്റ് അബീന്നാക്കി ഷോർട്ടാക്കിയത്. അബീന്ന് ഷോർട്ടാക്കി ചെയ്തത്. അങ്ങനെയാണ് മെന്റലിസ്റ്റ് അബി എന്നുള്ളൊരു പേര് വരാൻ കാരണം. എന്താണ് മെന്റലിസം? ഓക്കെ, മെന്റലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്താണ് മെന്റലിസം എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ചെല്ലാണെങ്കിൽ ഇപ്പോൾ കുറേ പേര് മെന്റലിസം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം എന്താ പറയുക, അവരുടെ മനസ്സിലുള്ളതെല്ലാം റീഡ് ചെയ്യാണെന്ന് അവർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴാണെങ്കിൽ കാണുന്ന ഒരു കാര്യമാണ്, അവർക്ക് എല്ലാവർക്കും ഒരു പേടി. അപ്പോൾ മെന്റലിസം എന്താന്ന് പറയുമ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഒരു മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരാളെ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും പേടി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെന്റലിസ്റ്റിന് മുൻപിൽ ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുമോ, പുറത്ത് പറയുമോ എന്നുള്ളൊരു പേടിയാണ് അല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഒരു മെന്റലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ആർക്കും ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അത് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ മരിച്ചവരൊക്കെ കാണുന്നത് മെന്റലിസത്തിനകത്താണ് വരാം. മരിച്ചുപോയവരെ കാണിക്കുന്നത് അത് രണ്ടും രണ്ടാണ്. അതും കുറേ പേര് തെറ്റിദ്ധാരണയുണ്ട്. കാരണം മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മെന്റലിസ്റ്റിന് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അത് രണ്ട് വിഭാഗമാണ്. കാരണം ഹിപ്നോട്ടിസമാണ് മരിച്ചുപോയവരെയൊക്കെ മുൻപിൽ കാണിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിപ്നോട്ടിസം വഴി നമുക്ക് മരിച്ചുപോയവരെ കാണിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിപ്നോട്ടിസം വഴി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മെന്റലിസം ഹിപ്നോട്ടിസം വേറെയാണ്. ഇപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചു പോയവരൊക്കെ കാണിക്കുന്നത് റിയൽ ആയിട്ടാണോ, അതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മരിച്ചുപോയവരെ കാണിക്കുക എന്ന് പറയുന്നത് അത് റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതെന്താണെന്നുള്ളത്. നമുക്ക് ഹിപ്നോട്ടിസിലെ ഹാലോസിനേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അത് എക്സ്പീരിയൻസ് ചെയ്താലേ അതെന്താ സംഭവം എന്ന്. ഇപ്പോൾ ഇത് റിയൽ അല്ല ഫേക്ക് ആണെന്ന് പറയുന്നവരോട് നമുക്കൊന്നും പറയല്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മെന്റലിസം പഠിക്കാൻ എത്ര വർഷം എടുക്കും, പിന്നെ അത് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെന്റലിസം പഠിക്കാനായിട്ട് നമുക്കൊരു ഇത്ര കാലാവധി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സ്പീഡില്ലേ, അതനുസരിച്ചാണ് ഇത് പഠിക്കാനുള്ളത്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അതിനൊരു പ്രത്യേകിച്ച് ഡ്യൂറേഷനും കാലാവധി അങ്ങനെ പറയാൻ പറ്റില്ല. ഇതെങ്ങനെയാ ഇപ്പോൾ പഠിക്കുക? കോഴ്സും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ചേട്ടൻ്റെ റോൾ മോഡൽ ആരാണ്? ഓക്കെ, ഞാൻ ഈ ഒരു ഫീൽഡിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആദ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മെന്റലിസ്റ്റ് ആദ്യമാണ് എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്. പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയത് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ മൈൻഡ് റീഡിങ് നടത്തുന്നത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താലുള്ള എല്ലാ കാര്യം. ഇപ്പം എന്ത് കാര്യമായാലും പ്രാക്ടീസ് ചെയ്താലും നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫീൽഡിലും ഇങ്ങനെ ഒരു പിടിച്ചു നിൽക്കുന്നത് പ്രാക്ടീസ് കൊണ്ടാണ്. മെന്റലിസം എപ്പോഴും മിസ്യൂസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി അങ്ങോട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ മെന്റലിസം വീഡിയോസ് ആളുകൾ കണ്ടിട്ട് അവർ അത് ആക്ടിങ് ആണ്, ഫേക്ക് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ഓക്കെ, ഈ ഒരു ക്വസ്റ്റിന് ആൻസർ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. കുറേ പേര് പറയൂല്ലോ ഇപ്പോൾ ഫേക്ക് ആണ്, അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഫീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. കാരണം കുറെ കേട്ട് ഇപ്പോൾ ശീലമായി. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ സ്വഭാവം അതായിപ്പോയി. അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അവർ പറയണവർ പറഞ്ഞോട്ടെ, അത് ആ ഒരു വഴിക്ക് വിടാം. നമ്മളെ ഒരാൾക്ക് ഇഷ്ടമാണ് അതോ ഇഷ്ടാവോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക?
നമ്മളെ ഒരാൾക്ക് ഇഷ്ടമാണെന്നുള്ളത് അവരുടെ പെരുമാറ്റം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. അപ്പം അവർ നമുക്ക് വേണ്ടി കൂടുതൽ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. നമ്മളോട് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര തിരക്കിലാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈം മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും, അല്ലേ? നമ്മളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ബ്രോ എങ്ങനെയാണ് ആദ്യമായി ഈ ഫീൽഡിലേക്ക് വന്നത്? കുറേ പേര് ചോദിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയും കൂടി ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് വർഷം ബാക്കിലേക്ക് പോകേണ്ടി വരും ഈ സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം, അല്ലേ? പോവാം അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത്, ഞാനൊരു 6ലോ 7ലൊക്കെ പഠിക്കുമ്പോൾ മാജിക് ചെയ്യായിരുന്നു. അപ്പം മാജിക് സ്റ്റേജ് ഷോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയായിരുന്നു ഈ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി, ഒരു 10th വരെ കണ്ടിന്യൂ ചെയ്തു പോയി. മാജിക് ചെയ്യാറുണ്ടായിരുന്നു, സ്കൂളിലും അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് വിട്ടു. 10th കഴിഞ്ഞപ്പോൾ പൈങ്കിളി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് വേറൊരു സ്റ്റോറിയാണ്. അപ്പം നമ്മുടെ നോർമലി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ കൂടുതൽ കമ്മിറ്റ്മെന്റ് അതിലേക്ക് കൊടുക്കും, അല്ലേ? അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് തട്ടി കൂടുതൽ കൊടുത്തു. അപ്പം മാജിക് പോയി, പ്രാക്ടീസ് ഇല്ല, ഒന്നുമില്ല, ഷോസും കാര്യങ്ങളൊന്നുമില്ല. ആത്മാർത്ഥത കൂടി ഫുള്ള് റിലേഷൻഷിപ്പിൽ എല്ലാ എഫേർട്ടും റിലേഷൻഷിപ്പിലിട്ടു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് പോയ ഒരു റിലേഷൻഷിപ്പ് ഒരു 4 വർഷം കംപ്ലീറ്റ് ആയി. 4 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ആളെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള ആളുടെ പേര് ഞാൻ പറയണില്ല. അപ്പം ഞാൻ റിലേഷൻഷിപ്പിലായ ടൈമിൽ കോവിഡിൻ്റെ ടൈമായിരുന്നു. ആ ടൈമിൽ നമുക്ക് കൂടുതൽ ടൈം കിട്ടൂല കോണ്ടാക്റ്റിനൊക്കെ. ഫുൾ ടൈം കോള്, ക്ലാസ് ഇല്ല, മെസ്സേജ്, കോള്. രാവിലെ കോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേക്കും കോള്. ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കും കഴിക്കും കോള് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നാൽ വീണ്ടും കോള് തന്നെയായിരുന്നു. പിന്നെ പുറത്ത് പോക്കൊന്നും ഇല്ലല്ലോ, വീട്ടിലല്ലേ അല്ലേ, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഓക്കെ, അപ്പൊ കൂടുതൽ അറ്റാച്ച്മെന്റ് എൻ്റെ വീട്ടിൽ അറിയായിരുന്നു. അവളുടെ വീട്ടിൽ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. അത് കഴിഞ്ഞ് കോവിഡിന്റെ ആ ഒരു ഇതൊക്കെ മാറി കോളേജിലേക്കായി. അപ്പൊ അവള് കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ നോർമലി കോണ്ടാക്ട് കുറഞ്ഞു തുടങ്ങി. പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ ഒരു മൈൻഡിലെടുത്തു, പഠിക്കാനുള്ളതുകൊണ്ടായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കോളേജിൽ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, അപ്പം ആ ഒരു മൈൻഡിലെടുത്ത് നമ്മൾ നോർമലി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. പിന്നെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് മീറ്റ് ചെയ്യൽ കുറവാണ്. മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ കോളേജിൻ്റെ അവിടെയൊക്കെ പോയി ഇങ്ങനെ ജസ്റ്റ് കാണുമായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പയ്യെ എൻ്റെ അടുത്ത് കോളേജിൻ്റെ അവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സീനാണ്, കോളേജിൻ്റെ അവിടെ ഭയങ്കര സീനാണ്, ഒഴിവാക്കിയതാണ്. കോളേജിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ പിടിക്കും, വീട്ടിൽ പ്രശ്നമാവും, അത് ഇത് എന്നൊക്കെ പറഞ്ഞ ആകെ വിഷയമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടായിരുന്നു. അവളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം എനിക്കിഷ്ടമല്ല, പയ്യനെ എനിക്കിഷ്ടമല്ല. കാരണം അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവനായിട്ട് കോണ്ടാക്ട് വേണ്ട, ബെസ്റ്റിയാണ്, അവൻ എല്ലാവർക്കും ബെസ്റ്റിയാണ്, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കോണ്ടാക്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ഓക്കെ കോണ്ടാക്ട് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അറിയാണ്ടും ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടായിരുന്നു. അത് ഞാൻ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവളുടെ കസിനാണ്, കോണ്ടാക്ട് നിർത്താൻ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഞാനുമായിട്ടുള്ള കോണ്ടാക്ട് നിർത്താന്ന് പറഞ്ഞു. അവനായിട്ടുള്ള കോണ്ടാക്ട് നിർത്താൻ പറ്റില്ല, 1 മാസമായിട്ട് പരിചയപ്പെട്ട് അവനായിട്ട് കോണ്ടാക്ട് നിർത്താൻ പറ്റില്ല, ഞാനായിട്ടുള്ള കോണ്ടാക്ട് നിർത്താന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലി പിന്നാലെ പോയി. ഇങ്ങനെ നമ്മൾ നോർമൽ പറയുന്ന പോലെ എനിക്ക് നീലാട് പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നാൾ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ റിലേഷൻ അല്ലട്ടാ, രണ്ടാമത് ഇവളുമായിട്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 6 മാസത്തോളം കണ്ടിന്യൂ ചെയ്തു. പക്ഷെ എനിക്ക് എന്തൊക്കെയൊക്കെയോ ഒരു
ഡൗട്ട് കാര്യങ്ങളൊക്കെ. കാരണം നമ്മളത് നൈസായിട്ട് ഒഴിവാക്കുന്നുണ്ടോ, പല കാര്യങ്ങളും ഒഴിവാക്കുന്നുണ്ടോ എന്നൊരു ഒരു സംഭവം പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒഴിവാക്കും നമുക്കത് ഫീൽ ചെയ്യും. മനസ്സിലാവുമല്ലോ. പിന്നെയാണ് മനസ്സിലായത് മറ്റവനായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളത്. അങ്ങനെ അതവിടെ വെച്ച് ബ്രേക്കായി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നോർമലി പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണല്ലോ. ടൈം പോവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയാണ് പഴയ കാര്യങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കാം എന്നുള്ള പ്ലാനിൽ. പിന്നെ നമ്മുടെ പ്രേതം സിനിമയൊക്കെ കാണുമ്പോഴൊരു ഫീലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരണം. പിന്നെ ഇതൊക്കെ കൊണ്ട് പിന്നെ നമുക്കിത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരിതായി. അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് അവസാനം ഒരു കോഴ്സ് ഞാൻ കണ്ടെത്തി. കോഴ്സ് നമ്മുടെ സന്ദീപ് ഫ്രാഡി എന്ന് പറയുന്ന ഒരു സാറുണ്ട്, ആളുടെ ഒരു കോഴ്സ് ഞാൻ ആളെ വിളിച്ച് ചോദിച്ച് കോഴ്സ് സെറ്റാക്കി. അങ്ങനെ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ആ ഒരു കോഴ്സിലേക്കായി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ ഫുൾ അതിലേക്കായി. പിന്നെ ഇതിൻ്റെ വേണ്ടി പിന്നാലെ നടന്നു തുടങ്ങി. പിന്നെ മറ്റേ കാര്യം നൈസായിട്ട് പോയി. പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു മെൻ്റലിസം എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം. ബ്രോ മെൻ്റലിസം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ബ്രോയുടെ എക്സ്പീരിയൻസ് പറയൂ. ആദ്യമായിട്ടുള്ള നിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്തത് അമ്മേനെയാണ് പ്രാക്ടീസ് ചെയ്തത്. അമ്മ എന്ത് ചെയ്താലും ആ ഒരു സാധനമുള്ളൂ. കാരണം എന്ത് കിട്ടിയാലും ഇപ്പൊ ഒരു പുതിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ പെർഫോം ചെയ്ത് നോക്കുന്ന അമ്മയുടെ അടുത്തായിരിക്കും. നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. കാരണം പുറത്തിറങ്ങി അടി വാങ്ങാൻ പറ്റില്ല. ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് ചെയ്ത് നോക്കും. അങ്ങനെയാണ്. പിന്നെ പുറത്ത് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറേയൊക്കെ തെറ്റ് പറ്റാറുണ്ട്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് റെഡിയാക്കി എടുക്കും. ഷോസ് ചെയ്യുമ്പോഴായാലും ഫെയിൽ ആയിട്ടുണ്ട് ഷോസിൽ. ആദ്യമൊക്കെ ഇല്ല, പ്രത്യേകിച്ച് ഈ ഒരു ഇതായത് കൊണ്ട് തന്നെ മൈൻഡ് വെച്ചുള്ള കളികളാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും 100% സക്സസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഫ്ലോപ്പ് ആവാം. അപ്പൊ നമ്മൾ അടുത്തത് വെച്ച് പിടിക്കണം. അങ്ങനെയാണ്. അതിപ്പോ കുറെ പേർക്ക് തെറ്റിദ്ധാരണ. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം നമ്മൾ സക്സസ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് എല്ലാവരും കുറെ പേര് ഇപ്പൊ ചോദിക്കുന്നത് ഫേക്ക് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് ഫ്ലോപ്പായ വീഡിയോസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇടാറുണ്ട്. ഞാൻ ഇടാറുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഫ്ലോപ്പായത് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഇടാറുണ്ട്. ബ്രോ ഏത് വിഭാഗം പഠിച്ചിട്ടാണ് മനസ്സ് വായിക്കാൻ കഴിയുന്നത്? കുറെ പേര് ഇങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും സൈക്കോളജി പഠിക്കണം, മെന്റലിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ടെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. പക്ഷെ സൈക്കോളജിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ സൈക്കോളജി കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. BSc സൈക്കോളജി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൈക്കോളജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സൈക്കോളജി കോഴ്സ് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെന്റലിസം കോഴ്സ് ഉണ്ട്, ഹിപ്നോട്ടിസം കോഴ്സ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വല്ല വീഡിയോ എടുക്കാൻ പോകുമ്പോഴോ അതോ ഷോസ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും നെഗറ്റീവ്? ഓക്കെ, നെഗറ്റീവായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അവർ ഓക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വരുമ്പോഴേക്കും അവർ വിളിച്ചിട്ട് പറയണേ ചേട്ടാ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ, അത് വീട്ടിൽ കണ്ട സീനായിരിക്കും. നമ്മൾ ആദ്യമേ ചോദിച്ചിട്ടാണ് അവരുടെ അടുത്ത് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ അത്രയും ടൈം നല്ല വീഡിയോസ് ആയിരിക്കാം, നല്ല വീഡിയോസ് ആണ്, നല്ല റിയാക്ഷൻ ഉള്ള വീഡിയോസ് ആയിരിക്കും. അപ്പം നമ്മൾ അത്രയും ടൈം അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. നമ്മൾ അത്രയും ടൈം എടുത്ത് ചെയ്ത ഒരു കാര്യമില്ല. എന്തായാലും ഈ വീഡിയോ ആയാലും ഇപ്പം നമ്മൾ ലൈഫിൽ എന്ത് കാര്യമായാലും ടൈം എടുത്ത് ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അതേപോലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എക്സ്പീരിയൻസ് അതാണ്. പിന്നെ എന്ന് പറയുന്നത് നല്ല വീഡിയോസിന് വോയിസ് കിട്ടാണ്ട് പോയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മൈക്ക് ചില ടൈമിൽ പണി തരാറുണ്ട്. അങ്ങനെ വിഷയം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, 2 സ്ഥലത്തു നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഒരു കോളേജിൽ വീഡിയോ എടുക്കാൻ, കോളേജ് അതൊന്നും ഞാൻ പറയണില്ല, ഒരു കോളേജിൽ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ കോളേജിൽ തന്നെ ഞാൻ പോയി പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് പുറത്താക്കി. അതേപോലെ നമ്മ മറൈൻ ഡ്രൈവിൽ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ പോലീസുകാർ വന്നിട്ട് വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്താക്കി. ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണത്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ മെൻ്റലിസമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റും അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു ചാനൽ വരാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.